ഇപ്പോൾ കാസർഗോഡ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ് ആശുപത്രിയിലേക്ക്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകരുടെ ശ്രമം. ഇത് മറികടന്ന് പ്രവർത്തകർ ജനറൽ ആശുപത്രിയിലേക്ക് ഓടിക്കയറുകയാണ്. മാർച്ച് പോലീസുമായിട്ടുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. അത് മറികടന്ന് പ്രവർത്തകർ ജനറൽ ആശുപത്രിയിലേക്ക് ഓടിക്കയറുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. രതീഷ് വാസുദേവൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, എന്തായാലും ഈ വലിയ തരത്തിലുള്ള അനാസ്ഥകളൊക്കെ ഉണ്ടാകുന്നതിൽ ആണിപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. അതാണിപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്നത് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നത്? സ്വാതി, പ്രതിഷേധം ശക്തമാവുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഈ ആശുപത്രിയിൽ മുൻപും ഇത്തരത്തിൽ തുടർച്ചയായ ഈ ചികിത്സാ പിഴവുകൾ ഉണ്ടായി. എല്ലാം തന്നെ പലതരത്തിൽ പരിഹരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ തുടർച്ചയായ ചികിത്സാ പിഴവ് ഉണ്ടാവുന്നു എന്നതാണ് ഡിവൈഎഫ്ഐയുടെ ആക്ഷേപം. കഴിഞ്ഞ ദിവസം ചികിത്സാ പിഴവ് മൂലമാണ് ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന ബന്ധുക്കളുടെ ആരോപണം നിലനിൽക്കുകയാണ്. ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആശുപത്രിക്ക് 50 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് കെട്ടി ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും ബാരിക്കേഡ് മറിച്ചിട്ട് തകർത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രി കവാടത്തിലേക്ക് എത്തിയത്. ആശുപത്രി കവാടത്തിൽ തങ്ങൾ സമരം ചെയ്യുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ആശുപത്രി കവാടത്തിന് മുന്നിൽ അവർ സമരം നടത്തുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണാവുന്നത്. ആശുപത്രിയിലേക്ക് കയറിയിട്ടില്ല. ആശുപത്രി കോമ്പൗണ്ടിന് മുമ്പിൽ വെച്ചാണ്, ഏതാനും അകലെ റോട്ടിൽ വെച്ചാണ് പോലീസ് തടഞ്ഞത്. അതുകൊണ്ടാണ് ബാരിക്കേഡ് തകർത്തുകൊണ്ട് കവാടത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ സമരം നടത്തുന്നത്. എന്നാലും ശക്തമായ പ്രതിഷേധമാണ്. പോലീസിൻ്റെ ഈ നിയന്ത്രണങ്ങൾക്കൊന്നും അത് അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേണ്ട സുരക്ഷ പോലീസ് മതിയായ സുരക്ഷ ഉണ്ടായില്ല, മതിയായ പോലീസുകാരുണ്ടായില്ല എന്ന ആക്ഷേപമുണ്ട്. എന്തായാലും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിലും പ്രവർത്തകർ ഉൾപ്പെടെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇടത് സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലയിൽ എടുക്കുന്ന വലിയ പ്രതിഷേധ സമരം എന്നുകൂടി പ്രത്യേകത ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മുൻകരുതൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ ഉൾപ്പെടെ ഒരു മുൻകരുതൽ ഉണ്ടായില്ല ഈ സമരത്തിന് എന്ന ആക്ഷേപമുണ്ട്. എന്തായാലും പ്രതിഷേധം എന്ന നിലയിൽ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് മാത്രമാണ് തങ്ങളുടെ നിലപാടെന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ ഡിവൈഎഫ്ഐ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഒരു രോഗിയുമായി എത്തിയ വണ്ടി ഉൾപ്പെടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമരത്തിൻ്റെ കവാടത്തിൽ മാറിക്കൊടുത്തുകൊണ്ട് അകത്തേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇതൊരു പ്രതിഷേധം മാത്രമാണ്. ആ പ്രതിഷേധം തങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ഇന്നലെ ഡിവൈഎഫ്ഐ നേതാക്കളും അറിയിച്ചിരുന്നത്. അക്രമാസക്തമായ പ്രതിഷേധമല്ല ഇത്. ഈ പ്രശ്നം, ഈ ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ളത് തുടരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിക്കപ്പെടണം, അതിന് പരിഹാരം ഉണ്ടാവണം എന്നതാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാന ആവശ്യം എന്നാണ് അവർ പറയുന്നത്. ഏതെങ്കിലും പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ടല്ല ഈ സമരം ഉള്ളത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ ചികിത്സാ പിഴവ് സാധാരണക്കാരുടെ ആശുപത്രി എന്ന നിലയിൽ ഈ ആശുപത്രിക്ക് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ചികിത്സാ പിഴവ് പരിഹരിക്കുന്നതിനുള്ള അടിയന്തര ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടാവണമെന്നാണ് ഡിവൈഎഫ്ഐ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും കവാടത്തിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധ സമരം തുടരുകയാണ്. പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായിരുന്നു ഈ സമരത്തിൽ നിന്ന് പറയാതെ വയ്യ. സ്വാതി, കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. വലിയ തരത്തിൽ അനാസ്ഥ, ചികിത്സാ പിഴവ് സംഭവിക്കുന്നു. തുടർച്ചയായി ചികിത്സാ പിഴവ് സംഭവിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് 9 വയസ്സുകാരൻ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചത് എന്നുള്ള ആരോപണം ഉണ്ട് ആശുപത്രിക്കെതിരെ. അതിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. യാതൊരു തരത്തിലും ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്താതെയാണ് ഇപ്പോൾ അവർ ഈ ഒരു പ്രതിഷേധം അവിടെ നടത്തുന്നത്. എന്നാൽ പോലീസ് ഇവരുടെ പ്രതിഷേധത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസുമായി ചെറിയ തരത്തിലുള്ള ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രവർത്തകർ നേതാക്കൾ സംസാരിക്കുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഓരോ ഡോക്ടറും നന്നായി ഈ കേരളത്തിനകത്ത് കാസർഗോഡ് ജില്ലയിലെ പൊതുസമൂഹത്തിലെ എല്ലാവർക്കും അറിയാം. എങ്ങനെയാ വലിയ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും രൂപമാണ് ഇവിടുത്തെ